أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. കഴിഞ്ഞ ഖുർആൻ ലേണിംഗ് സീരീസ് ഖുർആൻ പഠന സീരീസിൽ അൽ-ബഖറ സൂറത്തിൽ 49, 50 ആയത്തുകളാണ് അല്ലേ? 49ാമത്തെ ആയത്ത് وإذ نجيناكم من آل فرعون يسومونكم سوء العذاب. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ഫിറഔന്റെയും കൂട്ടരുടെയും അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിച്ചതോർക്കുക. നിങ്ങളെ അവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിച്ചു കൊടുത്തു. ആൺമക്കളെ അവർ അറുകൊല ചെയ്തു. ആ അവസ്ഥയിൽ റബ്ബിൽ നിന്നുള്ള ഭയങ്കരമായ പരീക്ഷണത്തിലാക്കപ്പെട്ടിരുന്നു നിങ്ങൾ. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. സമുദ്രം പിളർന്ന് നാം വഴിയൊരുക്കി തന്നതോർക്കുക. എന്നിട്ട് അതിലൂടെ നിങ്ങളെ സുരക്ഷിതരായി കടത്തിവിട്ടു. നിങ്ങൾ നോക്കി നിൽക്കെ ഫിറഔനെയും കൂട്ടരെയും നാം വെള്ളത്തിൽ ആഴ്ത്തുകയും ചെയ്തു. ഇസ്രായേലിനെ അള്ളാഹു ഓർമ്മിപ്പിക്കാൻ ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മൂസാ അലൈഹി ഇസ്ലാമിനെയും ഇസ്രായേൽ സന്തതികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കരക്കെത്തിച്ചു, രക്ഷപ്പെടുത്തി അല്ലേ? ഫിർഔന്റെയും കിങ്കരന്മാരുടെയും ആ കൊടിയ പീഡനങ്ങളിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഇത് നടന്നൊരു ദിവസം മുഹറം 10 ആയിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തഫ്സീറിൽ പറയുന്നു മുഹറം 10 ആശൂറ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇത് പ്രകാരം. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ് തഫ്സീറിൽ പറയുന്നു وقد ورد أن هذا اليوم كان يوم عاشوراء كما قال الإمام أحمد رضي الله عنه عن ابن عباس رضي الله عنه قال قدم رسول الله صلى الله عليه وسلم المدينة فرأى اليهود يصومون يوم عاشوراء فقال ما هذا اليوم الذي تصومون؟ قالوا هذا يوم صالح، هذا يوم نجى الله عز وجل فيه بني إسرائيل من عدوهم فصامه موسى عليه السلام. فقال رسول الله صلى الله عليه وسلم أنا أحق بموسى منكم فصامه رسول الله صلى الله عليه وسلم وأمر بصومه. فقد ورد റിപ്പോർട്ട് വന്നിരിക്കുന്നു അന്ന ഹാദൽ യൗം ഈ ദിവസം കാന യൗമ ആശൂറ, ഈ ദിവസം ആശൂറ ദിവസമായിരുന്നു. മുഹറം 10 ദിവസം ആയിരുന്നു ഈ രക്ഷപ്പെട്ട ദിവസം. ഇസ്രായേലിൽ ഫിർഔനിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ദിവസം. കമാ ഖാൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് قدم رسول الله صلى الله عليه وسلم المدينة. قدم رسول الله صلى الله عليه وسلم المدينة. رسول الله صلى الله عليه وسلم مدينة إليه فرأى اليهود يصومون يوم عاشوراء. عاشوراء ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നതായിട്ട് കണ്ടു?
അതെ ഉറക്കെ പറ നോമ്പ് നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു فقال ما هذا اليوم الذي تصومون ما هذا اليوم الذي تصومون നിങ്ങൾ ഈ ദിവസം ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ ദിവസം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ് അപ്പൊ എന്ത് പറഞ്ഞു قالوا هذا يوم صالح هذا يوم نجى الله عز وجل فيه بني إسرائيل من عدوهم فصامه موسى عليه السلام അതെന്ത് മറുപടി പറഞ്ഞു നബി ഇത് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസത്തിന്റെ പ്രത്യേകത ചോദിച്ചപ്പോൾ യഹൂദർ മൂസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് ഖാലു ഹാദാ യൗമുൻ സ്വാലിഹ് ഇത് നല്ല ദിവസമാണ് എന്ത് ഹാദാ യൗമുൻ നജല്ലാഹു അസ്സ വജൽ ഫീഹി ബനി ഇസ്രായീല മിൻ അദുവിഹിം ഇസ്രായേലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്ന് പറഞ്ഞു ഫസ്വാമഹു മൂസാ അലൈഹി ഇസ്ലാം അപ്പൊ മൂസാ അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു ആ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെന്നുള്ള പറഞ്ഞു فقال رسول الله صلى الله عليه وسلم अपन റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞുകൊണ്ട് അന അഹബ്ബു ബിമൂസാ മിൻകും ഞാൻ മൂസാ അലൈഹി ഇസ്ലാമിനോട് നിങ്ങളെക്കാളേറെ ബന്ധപ്പെട്ടവനാണ് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ തുടർച്ചയാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ തുടർച്ചയാണ് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ മൂസാ നബിയുടെ അനുയായികളും ഈസാ നബിയുടെ അനുയായികളൊക്കെ അവരുടെ വേദങ്ങളിൽ കൃത്രിമം കാണിക്കുകയും കലർപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളെ അവർ നിലകൊണ്ടിട്ടില്ല അപ്പം സുഹാസിനം പറഞ്ഞു അന അഹബ്ബു മൂസാ മിൻകും മൂസാ അലൈഹി ഇസ്ലാമിനോട് നിങ്ങളെക്കാളേറെ കടപ്പെട്ടിരിക്കുന്നത് ഞാനാണ് ഏറ്റവും അപ്പൊ സ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ആ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു സ്വാമ നോമ്പെടുത്തു ഉറക്കെ പറ അമറ ബിസൗമി അമറ അതെ കൽപ്പിച്ചു നിർദ്ദേശിച്ചു റസൂൽ അലൈഹി വസല്ലം ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ സമുദായത്തോട് സമൂഹത്തോട് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു നിർദ്ദേശിക്കുകയും ചെയ്തു ഇനി അടുത്ത وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً മൂസാ അലൈഹി ഇസ്ലാമിനെ നാം 40 ദിവസം ثُمَّ اتَّخَذْتُمُ الْعِجْلَ എന്നിട്ട് പിന്നീട് മൂസാ അലൈഹി ഇസ്ലാം 40 ദിവസത്തെ ഒരു ഇടവേള അള്ളാഹുവിൽ നിന്ന് ഈ രക്ഷപ്പെട്ട ജനതയ്ക്ക് തന്റെ ജനതയ്ക്കുള്ള നിയമവ്യവസ്ഥകളൊക്കെ അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി പോയൊരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു ഒരു പശുക്കുട്ടിയെ പശുക്കുട്ടീനെ ആരാധിച്ചു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി ആരാധിച്ചു ആ സന്ദർഭം നിങ്ങൾ നോക്കുക നിംബാദി അതിനുശേഷം അതായത് മൂസാ അലൈഹി ഇസ്ലാം നിങ്ങളിൽ നിന്ന് പോയ സമയം നോക്കി നിങ്ങൾ എന്ത് ചെയ്തു പശുക്കുട്ടിയെ ആരാധിച്ചു അന്തും ളാലിമൂൻ നിങ്ങൾ അങ്ങനെ അതിക്രമകാരികളിൽ പെട്ടു ثم عفونا عنكم من بعد ذلك لعلكم تشكرون പിന്നീട് നാം നിങ്ങൾക്ക് മാപ്പ് നൽകി അൻകും നിങ്ങൾക്ക് മിൻ ബഅദി ദാലിക അതിനുശേഷം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത ശേഷം പിന്നീട് എന്ത് ചെയ്തു മൂസാ അലൈഹി ഇസ്ലാം തിരികെ വരികയും അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കിതാബൊക്കെ കിട്ടി മൂസാ അലൈഹി ഇസ്ലാമിന് നിങ്ങൾക്ക് കിതാബ് വേദങ്ങൾ കിട്ടി എന്നിട്ട് നിങ്ങൾക്ക് നാം മാപ്പയൊക്കെ ചെയ്തു നിങ്ങൾ നന്ദിയുള്ളവരായേക്കാൻ ശുക്ർ ഉള്ളവരായേക്കാം وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ وَإِذْ آتَيْنَا നാം നൽകിയ സന്ദർഭം ആർക്ക് മൂസാ അലൈഹി ഇസ്ലാമിന് അൽ കിതാബ് ഏത് ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത് തൗറാത്ത് വൽ ഫുർഖാൻ സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള അതിലുള്ള സത്യാസത്യ വിവേചകവും നൽകിയ സന്ദർഭം ലഅല്ലക്കും തഹ്തദൂൻ നിങ്ങൾ ഹിദായത്തിലാവാൻ ആദ്യം പറഞ്ഞ ആയത്ത് 51ാമത്തെ ആയത്ത് وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً മൂസാ അലൈഹി ഇസ്ലാമിന് 40 ലൈല 40 രാത്രികൾ 40 ദിവസം ക്ഷയിച്ചു കൊടുത്തു എന്നാണ് അത് മൂസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ക്ഷയിച്ചു അള്ളാഹുവിൽ നിയമവ്യവസ്ഥകൾ നൽകുന്നത് അത് 40 ദിവസം ആണ് പറയുന്നത് ആ 40 ദിവസത്തിന്റെ അവസാനത്തിലാണ് പോയത് എന്ന് പറയുന്നത് ഇനി വാഅദിനാന്നും രണ്ടു തരം ഖിറാഅത്ത് വന്നിട്ടുണ്ട് വാഅദിന എന്നും വാഅദിനാൻ اختلف القراء في تفسير الطبري രേഖപ്പെടുത്തി
اختلف القراء في قراءة ذلك فقرأ بعضهم واعدنا بمعنى أن الله تعالى وعد موسى ملاقاة الطور لمناجاته فكانت المعاهدة من الله لموسى ومن موسى لربه. ചുരുക്കം മൂസ അലൈഹി സ്വലാമും അള്ളാഹും തമ്മിലുള്ള കരാർ എന്ന അർത്ഥത്തിൽ വാഅദ. فقرأ بعضهم ഇനി മറ്റു ചില കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞു. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിച്ചു. وعدنا انزل الوعد بمعنى أن الله الواعد موسى والمتفرد بالوعد دونه وكان من حجتهم باختيارهم ذلك أن قالوا إنما تكون الواعدة بين البشر فأما الله جل ثناؤه فإنه هو المتفرد بالوعد والوعيد في كل خير بشر وعد കൊടുക്കാനുള്ള അല്ലാഹുവിൻ്റെതാണ്. പരസ്പരമുള്ള കരാർ വരല്ല. അല്ലാഹു ഒരു വാഗ്ദാനം നൽകുകയാണ്. അള്ളാഹുവാണ് വാഗ്ദാനം എന്നുള്ള ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ പേര് മൂസ എന്ന് വരാനുള്ള കാര്യം. മൂസ അലൈഹി ഇസ്ലാം മൂസ എന്ന പേരിന്റെ അർത്ഥം അവരുടെ ഭാഷയിൽ മൂ എന്നാൽ മാ ഷജർ മൂസ മാ ഉം ഷജർ എന്താണ് മാ ഉം ഷജർ. فإنما سمي بذلك فيما بلغنا لأن أمه لما جعلته في التابوت حين خافت عليه من فرعون فألقته في اليم كما أوحى الله إليها. എന്താ പേര് ഇങ്ങനെ വരാൻ കാരണം ഇന്നമാ സുമ്യ ബിദാലിക് മൂസ അലൈഹി സ്വലാമിന് മൂസ എന്നുള്ള പേര് വെക്കപ്പെട്ടത് ഫീമാ ബലഗനാ ഈ അത് ഇങ്ങനെയാണെന്ന് പറയുന്നത്. لأن أمه لما جعلته في التابوت മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസാ നബി ജനിക്കുന്ന അവസ്ഥയിൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ആ സാഹചര്യത്തിൽ ആ കാലത്ത് എന്തായിരുന്നു? ഇസ്രായേലിലേക്ക് ഒരു ആൺകുട്ടി ജനിച്ചാൽ എന്ത് ചെയ്യണം? ഉറക്കെ പറയും, അറുപത് ചെയ്യണം, അവരെ കൊല ചെയ്യണം എന്നായിരുന്നു. ആൺകുട്ടികളെ മുഴുവൻ കൊല ചെയ്യണമെന്നായിരുന്നു ആരുടെ ഉത്തരവ്? ഫിർഔന്റെ ഉത്തരവ് അല്ലേ? ഫിർഔൻ നിർദ്ദേശിച്ചിരുന്നത് അങ്ങനെയാണ്, രാജകൽപ്പനയായിരുന്നു. അപ്പൊ ഈ ഇസ്രായേലിൽപ്പെട്ട ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസ അലൈഹി ഇസ്ലാം എന്ന തന്റെ മകൻ ജനിച്ചപ്പോ ആ സമയത്ത് ഈ കുട്ടി ജനിച്ചറിഞ്ഞാൽ അതൊരു ആൺകുട്ടിയാണല്ലോ, ആൺകുട്ടിനെ കൊല്ലാൻ ഫിർഔന്റെ ആളുകൾ വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പേടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഒരു താബൂത്ത് ഉണ്ടായി. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു. വഹി എന്ന് പറഞ്ഞാൽ നബിമാർക്ക് കൊടുക്കുന്ന വഹിയല്ല ഇവിടെ താബൂത്ത്. ഈ നഹാബത്ത് അലഹിം ഫിർഔന്റെ കാര്യത്തിൽ ഭയപ്പെട്ടത് കാണും. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഫിർഔനിൽ നിന്നുള്ള വധം ഉണ്ടാവും എന്നുള്ള ഭയത്താണ്. എന്നിട്ട് എന്ത് ചെയ്തു? പെട്ടിയിലാക്കിയിട്ട് പെട്ടി ഉൾപ്പെടെ എന്ത് ചെയ്തു? നദിയിലേക്ക് കടലിലേക്ക് ഇട്ടു. അള്ളാഹു അവൻ ആ ഉമ്മക്ക് തോന്നിപ്പിച്ചു. അങ്ങനെ മൂസ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു? ഈ പെട്ടി ഇങ്ങനെ ഒഴുകി വരിക. ആ സമയത്താണ് ഫിർഔന്റെ ഭാര്യ ആസിയ, അവർ വിശ്വാസിയായി, അവരും അവരുടെ തോഴി മാറി കുളിക്കാം ഒരു ഭാഗം. അപ്പൊ അവിടെ അതിനോട് ചേർന്ന ഭാഗത്ത് മരം ഒക്കെ ഇല്ലാണ്ട് മരങ്ങളൊക്കെ. അപ്പൊ ഈ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നൊരു പെട്ടി കണ്ടപ്പോ തോഴിമാര് ആസ്യാബീവിനോട് പറഞ്ഞു. അങ്ങനെ ഈ പെട്ടി അവരെടുത്ത് തുറന്നു നോക്കിയപ്പോൾ കുട്ടിയാണ്. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ ചെറുപ്പത്തിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകും. അള്ളാഹു ഒരുക്കി കൊടുത്തൊരു സാഹചര്യം, അള്ളാഹുവിന്റെ പദ്ധതിയെ. അപ്പൊ ഈ വെള്ളത്തിൽ നിന്ന് ഈ മരത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ മൂസ എന്ന പേര്, മൂസ എന്ന പേര്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന് ഈ 40 ദിവസം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി അല്ലേ? ആ സമയത്ത് ഇവിടെ ആരുമില്ല. ഇസ്രായേൽ സന്തതികളെ നോക്കാൻ വേണ്ടി ആരെ ഏൽപ്പിച്ചു? സ്വന്തം സഹോദരനുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്റെ പേരെന്താണ്? സഹോദരന്റെ പേരല്ലേ? ഒരു നബിയാണ്. ശരി. ഹാറൂൻ അലൈഹിസ്സലാമിനെ പ്രതിനിധിയായി നിശ്ചയിച്ചു. واستخلف موسى هارون على بني إسرائيل وقال إني متعجل إلى ربي فاخلفني في قومي ولا تتبع سبيل المفسدين. واستخلف موسى هارون
മൂസ തന്റെ സഹോദരൻ ഹാറൂൻ അലി ഇസ്ലാമിനെ പ്രതിനിധിയായി സ്വീകരിച്ചു. എവിടെ? ഈ സമൂഹത്തിൽ മൂസ അലി ഇസ്ലാമിന്റെ സ്ഥാനത്ത് റപ്പായിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ട്. എന്നിട്ട് വഖാല എന്നിട്ട് നബി പറയും ഇന്നി മുതഅജ്ജിലുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവാം എന്ന് പോകണം. ഫഖ്ലുഫ്നി ഫീ ഖൗമി, അതുകൊണ്ട് എൻ്റെ സമുദായത്തിന് എൻ്റെ കൗമിന്റെ അടുത്ത് നീ പ്രതിനിധിയായിട്ട് നിൽക്കണം, അവരെ നോക്കണം. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, നീ എന്ത് ചെയ്യരുത്? ഇഫ്സാദ് ഫസാദ് ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെ പിന്തുടർന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ട് പോയി. فخرج موسى إلى ربه متعجلا للقائه شوقا إليه, അള്ളാഹുവിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ലിഖാ ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിനുമായിട്ടുള്ള മുനാജാത്തിന്, അള്ളാഹുമായി സംസാരിക്കുന്നതിന്, അള്ളാഹുവിൽ നിന്ന് നിയമനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് മൂസ അലൈഹി സ്വലാം പുറപ്പെട്ടു. വഅഖാമ ഹാറൂൻ ഫി ബനി ഇസ്രായീൽ, ഹാറൂൻ എന്ത് ചെയ്തു? ഇസ്രായേലിയരുടെ കൂടെ നിന്നു. ഹാറൂൻ അലൈഹി സ്വലാം പ്രതിനിധിയായിട്ട് അല്ലേ? സാമിരി, അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? ഹാറൂൻ നബിന്റെ കൂടെ ആരുണ്ടായിരുന്നു? സാമിരി എന്നൊരു പക്ഷി, സാമിരി എന്നൊരാളും ഉണ്ടായിരുന്നു. ഇതിന്റെ മൂസ അലൈഹി സ്വലാം പോയ ശേഷം ഈ സാമിരി എന്ന് ഇവരുടെ ആഭരണങ്ങളെല്ലാം കൂടെ ഒരു കൂട്ടിയിട്ട് ഒരു പശുക്കുട്ടിയുടെ പോലെ ഒരു രൂപം ഉണ്ടാക്കി, പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി. എന്നിട്ട് അതിന് ചില മെക്കാനിക്കൽ പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് ഒരു യന്ത്ര സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് അതിന് ചില ശബ്ദം ഉണ്ടാക്കുന്ന സംവിധാനക്കും, ഒരു മുക്കറയിടുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമൊക്കെ ചെയ്തു. അതിൽ ചില പണികളൊക്കെ ചെയ്തു. എന്നിട്ട് ആളുകളോട് പറഞ്ഞു ഇതാണ് ദൈവം. മൂസ ദൈവത്തെ അള്ളാഹുവിനെ അന്വേഷിച്ചിരിക്കല്ലേ, ഇതാണ് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, ഇത് ആണ് നമ്മുടെ ദൈവം, ഇതിനെ പൂജിച്ചാൽ മതി. അങ്ങനെ അവരെന്ത് ചെയ്യും? ഈ അജ്ജലിനെ ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ. അതാണ് എന്താ പറഞ്ഞത്? وواعدنا موسى 40 ليلة ثم اتخذتم العجل من بعده. മൂസ അലൈഹി സ്വലാം പോയ ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? അജ്ജിലിനെ ആരാധിച്ചു. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അങ്ങനെ അതിക്രമകാരികളിൽ പെട്ടുപോയില്ല. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. പിന്നീട് മൂസ അലൈഹി സ്വലാം തിരിച്ചു വന്നു. പിന്നീടുള്ള സംഭവങ്ങൾ നമ്മൾ ഇനി പറയും. അപ്പോൾ നിങ്ങൾ നന്ദി ഉള്ളവരായേക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് അത് മാപ്പാക്കി തരും. അല്ലാഹു പറയാം എന്ത്? وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി അൽ കിതാബ് അൽ ഫുർഖാൻ, ഇവിടെ അൽ ഖുർആൻ എന്നുള്ള ഫുർഖാനല്ല, മൂസ അലൈഹി സ്വലാമിന് കൊടുത്ത സത്യാസത്യ നിർദ്ദേശമാണ്. അൽ കിതാബ് ഉദ്ദേശിക്കുന്നത് തൗറാത്ത്. ഇതേപോലെ വേറെ സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. ووعدنا موسى 30 ليلة وأتممناها ب10. മൂസ അലൈഹി സ്വലാമിന് നാം 30 ലൈല, 3 30 30 10 10 20 20 ഇപ്പോൾ 30 നീ ഓരോന്ന് ഇതില് 10 20 30 40 50 60 70 80 90 അപ്പോൾ 9 പറഞ്ഞാല് 9 നമുക്കറിയാം അല്ലേ? 90 അതേപോലെ 30 ലൈല എന്താണ്? മൂസ അലൈഹി സ്വലാമിന് 30 രാത്രികളും അതിനെ 10 കൊണ്ട് പൂർത്തിയാക്കി, 10 കൊണ്ട് ചേർത്തു. അപ്പോ അത് ദുൽഖഅദ് ഒരു പൂർണ്ണമാസം, അതായത് 30 ദിവസം, പിന്നെ 10 ദിവസം ദുൽഹജ്ജിലെ 10 ദിവസം ആണെന്നാണ് പറയുന്നത്. വേറെ ഒരു ആയത്തിൽ അൽ-ഖസസ്, സൂറ അൽ-ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَى بَصَائِرَ لِلنَّاسِ وَهُدًى وَرَحْمَةً لَعَلَّهُمْ يَتَذَكَّرُونَ. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ, മൂസ അലൈഹി സ്വലാമിന് നാം അൽ കിതാബ് നൽകി, വേദഗ്രന്ഥം നൽകി, തൗറാത്ത് നൽകി. മിൻ ബഅദി മാ അഹ്ലകന അൽ ഖുറൂന അൽ ഊല, മുമ്പുണ്ടായിരുന്ന സമൂഹത്തെ നാം നശിപ്പിച്ചു, സമൂഹങ്ങളെ നാം നശിപ്പിച്ച ശേഷം. അപ്പം മൂസ അലൈഹി സ്വലാമിന് മുമ്പും പല സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലും അവർ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോ അവരെ നശിപ്പിച്ചിട്ടുണ്ട്. ബസ്വാഇറ ലിന്നാസ്, ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളായി,
وهدى ورحمة لعلهم يتذكرون. القرآن الكتاب നൽകിയത് അവർക്ക് അനുഗ്രഹവും ഹുദ എന്ന് പറയുന്നത് സന്മാർഗവും ആയിട്ടാണ്. ലഅല്ലഹും യതദക്കറൂൻ, അവർ സ്മരിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ സ്മരണ ഉള്ളവരാകുന്നതിന് വേണ്ടി. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത